Hi students, welcome to our physics class. In the physics 9th chapter start ചെയ്യാണ് Ray Optics and Optical Instruments. ഈ Ray Optics എന്ന് പറയുന്ന ചാപ്റ്ററും നെക്സ്റ്റ് വരുന്ന Wave Opticsഉം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ്. ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച്, സയൻസിലൊരു ബ്രാഞ്ചാണ് ഒപ്റ്റിക്സ്. ആ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് ഒപ്റ്റിക്സിനെ നമ്മൾ റേ ഒപ്റ്റിക്സ് എന്നും വേവ് ഒപ്റ്റിക്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരാണ് റേ ഒപ്റ്റിക്സ്. നെക്സ്റ്റ് ചാപ്റ്ററാണ് വേവ് ഒപ്റ്റിക്സ്. അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, പോളറൈസേഷൻ, ഇതൊക്കെ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. ഈ റിഫ്ലക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ 10th 4th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റേറ്റ് സിലബസിലെ 10th 4th ചാപ്റ്റർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അവിടെ ഫണ്ടമെൻ്റൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓർത്തെടുക്കാം. എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മൂത്തും പോളിഷ്ഡും ആയിട്ടുള്ള ഒരു സർഫസിൽ ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേ മീഡിയത്തിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും, തിരിച്ചു പോകും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുക. ആ റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒബ്ജക്ട്സിനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്മൂത്തും പോളിഷ്ഡും ആയിട്ടുള്ള സർഫസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. റഫായിട്ടുള്ള ഒരു സർഫസ് എടുത്താലും റിഫ്ലക്ഷൻ നടക്കും. പക്ഷെ അവിടെ ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷനെ കുറിച്ച് പറയുന്നില്ല, നമ്മൾ റെഗുലറായിട്ട് നടക്കുന്ന റിഫ്ലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുമ്പോൾ സ്മൂത്തും പോളിഷ്ഡും ആയിട്ടുള്ള സർഫസിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ റിഫ്ലക്ഷൻ നടക്കുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ, നമ്മുടെ ഫേസ് നോക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മിറർ, അത് പ്ലെയിൻ മിററിന് എക്സാമ്പിളാണ്. അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ സാധിക്കുന്നത്. ആ ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ സെയിം സൈസ് തന്നെയായിരിക്കും ആ ഇമേജിന്, നമ്മുടെ സെയിം ഷേപ്പായിരിക്കും. അതുപോലെ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും. എന്താണ് വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? റിയൽ അല്ലാത്ത ഇമേജുകളെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് പറയാം. വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്ക്രീനിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഇമേജുകളെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് പറയുക. നമ്മൾ പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജ് വിർച്വൽ ഇമേജാണ്. പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജ് നമ്മുടെ സെയിം സൈസും സെയിം ഷേപ്പും ഉള്ളതാണ്, പക്ഷെ അത് വിർച്വൽ ഇമേജാണ്. വിർച്വൽ ഇമേജ് മീൻസ് നോട്ട് റിയൽ. അത് നമുക്കൊരു സ്ക്രീനിൽ ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിവർന്നത്. നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് അതിൽ ഇമേജും കാണുന്നത്. ഇറക്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തല കീഴായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ മിററിൽ കാണുന്ന ഇമേജ് സെയിം സൈസ്, സെയിം ഷേപ്പ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. അങ്ങനെ ഓരോ മിററുകളിൽ കാണുന്ന ഇമേജിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ പ്ലെയിൻ മിററിനേക്കാൾ അധികം ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നത് സ്ഫെറിക്കൽ മിറേഴ്സാണ്. എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ്? നമുക്ക് സ്ഫിയർ അറിയാം. സ്ഫിയർ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ സർഫസാണ്. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ബോൾ ഒന്ന് ഇമാജിൻ ചെയ്യാം. ആ ക്രിക്കറ്റ് ബോളിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കുക. ആ ഭാഗം ഒരു റിഫ്ലക്റ്റിംഗ് സർഫസായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം മിറേഴ്സിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുക. അതായത് സ്ഫിയറിൻ്റെ പാർട്ട് തന്നെയാണത്. ഫുൾ സ്ഫിയർ നമ്മൾ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തു. അങ്ങനെയുള്ള മിറേഴ്സിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുക. ഈ സ്ഫെറിക്കൽ മിറേഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കോൺവെക്സ് മിററും കോൺകേവ് മിററും. അപ്പോൾ നമ്മൾ 2 മിറേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ മിറർ, സെക്കൻഡ് വൺ ഈസ് സ്ഫെറിക്കൽ മിറർ. സ്ഫെറിക്കൽ മിററിനെ തന്നെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. ഇതെങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ? നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഇന്നർ പാർട്ടാണോ ഔട്ടർ പാർട്ടാണോ എന്ന് നോക്കിയിട്ടാണ് അതിനെ കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിറർ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ പിക്ചർ കാണുന്നുണ്ടാവും, ഞാനിതൊരു കംപ്ലീറ്റ് സ്ഫിയർ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്.
പക്ഷേ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സ്ഫിയർ വേണ്ട. ഞാനിവിടെ ബ്ലാക്ക് ലൈൻസ് വരച്ചിട്ടുണ്ട്. അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിച്ചു ആ സ്ഫിയറിൽ നിന്ന്. അപ്പോൾ അതൊരു സ്ഫെറിക്കൽ മിററാണ്. ഇനി ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? ഞാനിങ്ങനെ ലൈൻസ് വരച്ചേക്കുന്നത് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മിററിൻ്റെ ഒരു സൈഡ് മാത്രമേ റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ളൂ. മറ്റേ സൈഡ് എങ്ങനെയാണ്? അത് ഒപ്പാക്കാണ്. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പെറൻ്റ് അല്ല, റിഫ്ലക്റ്റിംഗ് അല്ലാത്ത സർഫസിനെയാണ് നമ്മൾ ഒപ്പാക്ക് എന്ന് പറയുക. അപ്പോൾ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസുകളെയാണ് നമ്മൾ മിറേഴ്സ് എന്ന് പറയുക. അപ്പം നമ്മൾ ഒരു ഭാഗം ഒപ്പാക്കാണെന്ന് കാണിക്കാനായിട്ട് അവിടെ ലൈൻസ് വരയ്ക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ ഇന്നർ സൈഡാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അങ്ങനെ ഇന്നർ സൈഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ടുള്ള മിററുകളെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇവിടെ ഇന്നർ സർഫസ് ആണ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മനസ്സിലായത് ഇന്നർ സർഫസ് ആണ്. നമ്മൾ ഔട്ടർ സർഫസിൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഒപ്പാക്കാണ്. അപ്പോൾ ഇവിടെ ഇന്നർ സർഫസ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയും. രണ്ടാമത്തെ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അതിൽ ഇന്നർ സർഫസിലാണ് ഞാൻ ലൈൻസ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇന്നർ സർഫസിലാണ് ലൈൻസ് വരച്ചിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഏത് ഭാഗമായിരിക്കും റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ളത്? അതിൻ്റെ ഔട്ടർ സർഫസ് ആയിരിക്കും റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഔട്ടർ സർഫസ് ആണ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ് ആയിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് മിറർ ആയിരിക്കും. അപ്പോൾ രണ്ട് മിറേഴ്സ് പഠിച്ചു, സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചു, കോൺവെക്സ് മിററും കോൺകേവ് മിററും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനായിട്ട്, കേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഹ. അതായത് ഉള്ളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഗുഹ എന്ന് പറയുക. അപ്പോൾ ഇന്നർ സർഫസ്, ഉള്ളിലെ സർഫസാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്നും, ഔട്ടർ സർഫസ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ അതിനെ കോൺവെക്സ് മിറർ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോൺവെക്സും കോൺകേവും പറഞ്ഞു. നിങ്ങൾ ഓർക്കാൻ, ഞാൻ ഫുൾ സ്ഫിയർ വരച്ചിട്ടുണ്ട്. അങ്ങനെ വരയ്ക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ സ്ഫിയർ വരച്ചത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഹാഫ് പാർട്ട് മാത്രം വരച്ചാൽ മതി, മൊത്തം വരയ്ക്കേണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളിവിടെ കോൺകേവ് മിറർ എടുത്തിട്ടുണ്ട്. ആ കോൺകേവ് മിററിൻ്റെ സെൻറ്റർ പോർഷനെയാണ് നമ്മൾ പോൾ എന്ന് പറയുക. ഒരു മിററിൻ്റെ സെൻറ്റർ പോർഷന്, ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ സെൻറ്റർ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? പോൾ എന്ന് പറയുക. അത് കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും സെയിം തന്നെയാണ്. ആ മിററിൻ്റെ സെൻറ്റർ പോർഷനാണ് പോൾ. ഇനി ഈ സ്ഫിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ സെൻറ്റർ എവിടെയാണോ ആ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻറ്റർ ഓഫ് കർവേച്ചർ. നമ്മൾ മൊത്തം ഒന്നും വരയ്ക്കില്ല, നമ്മളൊരു സ്ഫിയറിൻ്റെ പോർഷനേ വരയ്ക്കുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം നടുവിലായിട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻറ്റർ ഓഫ് കർവേച്ചർ. സി എന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ സ്ഫിയർ ഒന്നും വരയ്ക്കേണ്ട, നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിനെ എന്ത് പേര് പറയാം? സെൻറ്റർ ഓഫ് കർവേച്ചർ. ക്യാപിറ്റൽ സി കൊണ്ടാണ് സെൻറ്റർ ഓഫ് കർവേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ സെൻറ്റർ ഓഫ് കർവേച്ചറും പോളും വരെയുള്ള ഡിസ്റ്റൻസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. നമ്മൾ സാധാരണ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെ പറയുക? സെൻറ്റർ തൊട്ട് ആ സർക്കിളിൻ്റെ ഒരറ്റം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുക. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് മിററിൻ്റെ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഇതിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. ക്യാപിറ്റൽ ആർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും കറക്റ്റ് നടുക്കുള്ള അല്ലെങ്കിൽ സെൻറ്ററിലുള്ള പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുക. ഫോക്കസ് എന്താ? സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയിലുള്ള, അതായത് അതിൻ്റെ സെൻറ്ററിലുള്ള മിഡിലുള്ള ആ പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുക. ക്യാപിറ്റൽ എഫ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കസ് ആവുമ്പോൾ ക്യാപിറ്റൽ എഫ് കൊണ്ടും ഫോക്കൽ ലെങ്ത് ആവുമ്പോൾ സ്മോൾ എഫ് കൊണ്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെൻ്റലാണ്. ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഡെറിവേഷനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോക്കൽ ലെങ്ത്തും ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ വെച്ചിട്ടാണ് ഡെറിവേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽസ് നന്നായിട്ട് മനസ്സിലാവണം. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഫണ്ടമെൻ്റൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കാം,
സ്ഫെറിക്കൽ മിറേഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കോൺവെക്സ് മിററും കോൺകേവ് മിററും. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഔട്ടർ സർഫസ്, ആ ബൾജ് ചെയ്തിരിക്കുന്ന സർഫസാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നുണ്ടെങ്കിൽ അതിനെ കോൺവെക്സ് മിറർ എന്നും, ഇന്നർ സർഫസാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നുണ്ടെങ്കിൽ അതിനെ കോൺകേവ് മിറർ എന്നും പറയും. ഇനി ഏതിൻ്റെ കാര്യം എടുത്താലും ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പോളും ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും ഒക്കെ പഠിച്ചാൽ മതി. മറ്റേതിനും അത് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അറിഞ്ഞിരിക്കണം? ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പോൾ, ക്യാപിറ്റൽ പി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. മിററിൻ്റെ ഏത് മിററിൻ്റെ ആയാലും, കോൺവെക്സ് മിററിൻ്റെ ആയാലും കോൺകേവ് മിററിൻ്റെ ആയാലും സെൻറ്റർ പോർഷന് അല്ലെങ്കിൽ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. ഇനി ആ സ്ഫിയർ കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ സെൻറ്റർ എവിടെയാണോ ആ സെൻറ്ററിനെയാണ് എന്ത് പറയുക? സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ സി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. ക്യാപിറ്റൽ ആർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. സെൻറ്റർ തൊട്ട് ഒരറ്റം വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്ന് പറയുന്ന പോലെ സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. ക്യാപിറ്റൽ ആർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെയും പോളിൻ്റെയും മിഡിലുള്ള പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നു. ക്യാപിറ്റൽ എഫ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും മിഡിലുള്ള പോയിന്റ്, അതിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എഫ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരാളും കൂടി ഉണ്ട്. ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ആ ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ലെങ്ത്തിനെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. സ്മോൾ എഫ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടിയും പോളി കൂടിയും ഒക്കെ പാസ് ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടിയും പോളി കൂടിയും പാസ് ചെയ്യുന്ന ആ ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. സി സെൻറ്റർ ഓഫ് കർവേച്ചർ, സി പി, സി തൊട്ട് പി വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ക്യാപിറ്റൽ ആർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് മിററിൻ്റെ സെൻറ്റർ പോർഷനാണ്, അതിനെ പോൾ എന്ന് പറയുന്നു. എ ബി എന്ന് പറയുന്നത് ഈ ലൈൻ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും പോളിലൂടെയും പാസ് ചെയ്യുന്ന ആ ലൈനിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നു. എഫ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും മിഡിലുള്ള പോയിന്റിനെ ഫോക്കസ് എന്ന് പറയുന്നു. ക്യാപിറ്റൽ എഫ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ആ ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. സ്മോൾ എഫ് കൊണ്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ. ഓക്കെ, ഇനി നിങ്ങൾ ലോ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇപ്പോൾ സപ്പോസ് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് എടുത്തു. ഇവിടെ ബ്ലാക്ക് ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ലോവർ പാർട്ട് ഞാൻ ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ അപ്പർ പാർട്ടാണ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ്. ഇനി അതിലേക്ക് ഒരു റേ വന്ന് വീഴാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ലൈറ്റിനെ റേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു റേ വന്ന്, റേ കറക്റ്റ് നേരെയല്ല, ഒന്ന് ചെരിഞ്ഞാണ് വരുന്നത്. ഒന്ന് വന്ന് ഈ റിഫ്ലക്റ്റിംഗ് സ്മൂത്തും പോളിഷ്ഡും ആയിട്ടുള്ള ഈ സർഫസിൽ വന്ന് വീണു, ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? അത് ആ മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേയെ ഇൻസിഡൻറ്റ് റേ എന്നും തിരിച്ചു പോകുന്ന ആ റേയെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നും പറയുന്നു. ഇനി നമ്മളൊരു നോർമൽ വരയ്ക്കുക. നോർമൽ എന്ന് പറഞ്ഞാൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. നോർമൽ എന്ന് പറയുന്നത് ഏതിനാണ് നോർമൽ വരയ്ക്കേണ്ടത്? ആ പ്ലെയിൻ ആയിട്ടുള്ള സർഫസിന് അല്ലെങ്കിൽ ആ റിഫ്ലക്റ്റിംഗ് സർഫസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു റേ വരയ്ക്കുന്നു. ആ റേക്കാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഈ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. ഐ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻസിഡൻസിലെ ആദ്യത്തെ ലെറ്റർ ഐ. അതുപോലെ ഈ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ക്യാപിറ്റൽ ആർ കൊണ്ട് സ്മോൾ ആർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ പറയണമെങ്കിൽ ഈ പിക്ചർ വരയ്ക്കണം. ഇതിൽ ഈ ഡയഗ്രത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും വരയ്ക്കുമ്പോൾ പെൻസിലും സ്കെയിലും വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. നീറ്റായിട്ട് വരയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇമേജൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ കറക്റ്റായിട്ട് വരില്ല.
നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ഹാർഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വയ്ക്കുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് കറക്റ്റ് സൈസുള്ള ഇമേജ് നിങ്ങൾക്ക് കിട്ടും, വരയ്ക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് പെൻസിലും സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള റിഫ്ലക്റ്റിംഗ് സർഫസ് എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് റേ വന്ന് ആ റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ അത് ബൗൺസ് ബാക്ക് ചെയ്യും, തിരിച്ചു പോകും, അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. വന്ന് വീഴുന്ന ആ ലൈറ്റിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്നും തിരിച്ചു പോകുന്ന ആ റേക്ക് റിഫ്ലക്റ്റഡ് റേ എന്നും പറഞ്ഞു. ഇനി കറക്റ്റ് ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ വരച്ചു. ആ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു, ഐ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഈ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, സ്മോൾ ആർ കൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്തു. ഇനി ലോ ഓഫ് റിഫ്ലക്ഷൻ എന്താണ് പറയുന്നത്? ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നല്ല സ്മൂത്തും പോളിഷ്ഡും ആയിട്ടുള്ള ഒരു സർഫസിൽ ലൈറ്റ് റേ വന്ന് വീഴുന്ന അതേ ആംഗിളിൽ തന്നെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, എങ്ങനെയാണോ അത് വന്ന് വീഴുന്നത് അതേ ആംഗിളിൽ തന്നെയായിരിക്കും അതെന്ത് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്ത് പോകുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ. ലോ ഓഫ് റിഫ്ലക്ഷനിലെ ഫസ്റ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഈ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഈ നോർമലും ഒരേ പ്ലെയിനിൽ തന്നെയായിരിക്കും, ലൈ ഇൻ സെയിം പ്ലെയിൻ. സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ബോർഡിൻ്റെ, ഈ വൈറ്റ് ബോർഡിൻ്റെ പ്ലെയിനിൽ തന്നെ ഈ 3 പേരെയും വരയ്ക്കാൻ പറ്റും. ആരും പുറത്തേക്കോ ഉള്ളിലേക്കോ ഒന്നും ആയിട്ട് വരണില്ല, എല്ലാവരെയും ഒരു പ്ലെയിനിൽ തന്നെ എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷനിൽ 2 പോയിൻ്റാണുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദാറ്റ് മീൻസ് ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ. രണ്ടാമത്തെ പോയിന്റ് ഇൻസിഡൻറ്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ലൈ ഇൻ സെയിം പ്ലെയിൻ, PLANE പ്ലെയിൻ. അതായത് ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ബോഡിൻ്റെ സർഫസ് ഒരു പ്ലെയിനാണ്. 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സർഫസുകളെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുക. അപ്പോൾ ഈ 3 പേരും ഒരേ പ്ലെയിനിലാണ്. അതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ റേ ഒപ്റ്റിക്സിൽ എല്ലാ കാര്യവും നമ്മൾ ഈ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടിയേ പറയാൻ പറ്റുള്ളൂ. ലോ ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഐ ഈക്വൽ ടു ആറിന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ അത് കാണിക്കണം നമ്മൾ. അപ്പോൾ കാണിക്കുമ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആ പിക്ചറിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് ഈക്വലായിട്ട് തോന്നണം. അല്ലാണ്ട് തോന്നിയ രീതിയിൽ വരച്ചിട്ട് അത് ഈക്വലാന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വരയ്ക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ അതിൽ തന്നെ ഉണ്ടായിരിക്കണം. ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഒരു കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെറിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ കൺവെൻഷൻ പഠിക്കണം. സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാത്സിൽ നമ്പർ ലൈനൊക്കെ വരയ്ക്കില്ലേ, റൈറ്റിലുള്ളതൊക്കെ പോസിറ്റീവ്, ലെഫ്റ്റിലുള്ളതൊക്കെ നെഗറ്റീവ്, അപ്പർ പോർഷനിലുള്ളത് പോസിറ്റീവ്, ലോവർ പോർഷനിലുള്ളത് നെഗറ്റീവ് എന്ന് പഠിച്ചിട്ടില്ലേ? അത് തന്നെ ആ സെയിം സംഭവം തന്നെയാണ് ഇതിലും വരുന്നത്. അതിനാണ് നമ്മൾ സൈൻ കൺവെൻഷൻ എന്ന് പറയുക. ഇത് കൂടുതൽ യൂസ് ആയിട്ടുള്ളത് ഡെറിവേഷൻസിലും നമുക്ക് പ്രോബ്ലത്തിലുമാണ്. ഇത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോബ്ലം തെറ്റിയിട്ടോ. അപ്പോൾ സൈൻ കൺവെൻഷൻ എത്രയേ ഉള്ളൂ. നമ്മളൊരു മിറർ വരച്ചിട്ടുണ്ട്, ഒരു കോൺകേവ് മിറർ വരച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒബ്ജക്റ്റ് വയ്ക്കുന്നത് അതിന് മുൻപിലായിരിക്കും. കാരണം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസിന് മുമ്പിലായിരിക്കണം നമ്മുടെ മിറർ ഒബ്ജക്റ്റ് ഇരിക്കേണ്ടത്. ഇവിടെ ഈ വരച്ചേക്കുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ മിററിന് കറക്റ്റ് സെൻറ്ററിൽ, അതായത് പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ലേ, നമ്മൾ ആ മിററിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുക. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പോസിറ്റീവായിരിക്കും. ഇനി നമുക്ക് ഇമേജൊക്കെ കിട്ടുന്നത് താഴെയാണെന്ന് വിചാരിച്ചോ, ഇൻവേർട്ടഡ് ആയിട്ട് തലകീഴായിട്ട് എങ്ങാനുമാണ് നമുക്ക് ഇമേജുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. നമ്പർ ലൈനിൽ മുകളിലുള്ളതൊക്കെ പോസിറ്റീവും താഴെയുള്ളതൊക്കെ നെഗറ്റീവ് അല്ല. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് മുകളിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടിരിക്കും. താഴേക്കാണെന്നുണ്ടെങ്കിൽ തല തിരിഞ്ഞാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇൻവേർട്ടഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. പിന്നെ എപ്പോഴും ഇൻസിഡൻറ്റ് റേ എവിടെ നിന്ന് എവിടേക്കാണ് വരിക? ഇൻസിഡൻറ്റ് റേ വരുന്നത് റൈറ്റിലേക്കാണ്. കണ്ടോ, ആരോ മാർക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഒബ്ജക്റ്റ് എന്തായാലും ഇതിന് മുമ്പിലല്ല വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് ആ ഒബ്ജക്റ്റിൽ നിന്ന് വേണം റേസ് വരാൻ, ലൈറ്റ് റേസ് വരാൻ. അപ്പോൾ എപ്പോഴും ലൈറ്റ് റേയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും കേട്ടോ. ഇനി നമ്മളെപ്പോഴും മെഷർമെൻറ്റ് തുടങ്ങുന്നത് പോളിൽ നിന്നായിരിക്കും. പോളിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുക. പോളിൽ നിന്ന് നമ്മൾ എവിടെയാണോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുക. അതിനെ ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം? യു, സ്മോൾ ലെറ്റർ യു കൊണ്ടാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
അതുപോലെ പോള് തൊട്ട് ഇമേജ് എവിടെയാണോ നമുക്ക് കിട്ടിയത് അവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ വി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. മിററിൻ്റെ പോള് തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. യു എന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോള് മുതൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. സ്മോൾ ലെറ്റർ വി കൊണ്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡെറിവേഷനിൽ വിയും യു എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ വി ഇമേജ് ഡിസ്റ്റൻസ്, യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. നമ്മൾ പോളിൽ നിന്നാണ് മെഷർമെൻറ്റ് തുടങ്ങുക. അപ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അതായത് ഇൻസിഡൻറ്റ് റേക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് മെഷർമെൻറ്റ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നെഗറ്റീവായിട്ടിരിക്കും. ഇൻസിഡൻറ്റ് റേയുടെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ മെഷർമെൻറ്റ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും. ഓക്കെ, നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കാം, നമ്മൾ മിററിൽ റിയൽ ഇമേജ് കിട്ടുന്ന മിററാണ് കോൺകേവ് മിറർ. വിർച്വൽ ഇമേജ് കിട്ടുന്ന മിററാണ് കോൺവെക്സ് മിറർ. അപ്പോൾ ഇമേജ് വിർച്വൽ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ഇറക്റ്റ് ആയിരിക്കും, അതായത് നിവർന്ന് തന്നെ നിൽക്കുന്നതായിരിക്കും. വിർച്വൽ ഇമേജസ് ഭൂരിഭാഗം എങ്ങനെ നിൽക്കുക, നേരെ തന്നെ നമ്മളെ എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നിവർന്നായിരിക്കും എന്ത് നിൽക്കുക, ഇമേജ് നിൽക്കുക. ഏതിൽ? വിർച്വൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ. എന്നാൽ റിയൽ ഇമേജുകൾ എപ്പോഴും എങ്ങനെ കാണാം? ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണാം, തല തിരിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ കണ്ണിലുള്ളത്, നമ്മൾ കാണുന്നതൊക്കെ ശരിക്കും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജുകളാണ്. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ റെറ്റിനയിൽ എത്തുമ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ട് കാണുന്നതാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കാം, പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് ബേസ്. അപ്പോൾ ബേസ് നന്നായിട്ട് പഠിക്കുക. ബേസിന് വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്യുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങളിത് 10th പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അന്ന് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബേസ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ, ഫിസിക്സിൽ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള 2 ചാപ്റ്ററുകളാണ് റേ ഓപ്റ്റിക്സ്, വേവ് ഓപ്റ്റിക്സ്. അതിൽ തന്നെ ഏറ്റവും സിമ്പിളാണ് റേ ഓപ്റ്റിക്സ്. ഓക്കെ, ഇനി വരുന്ന ഡെറിവേഷൻസും കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് തന്നെ പോകുള്ളൂ. ഒരു വീഡിയോയിൽ മിക്കവാറും ഒരു ഡെറിവേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ പോവാം. അപ്പോൾ അന്നന്ന് തന്നെ പഠിച്ച് പോകണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പിന്നത്തേക്ക് വെക്കാതെ അത് അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈപ്പ് മിററുകളുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്ഫെറിക്കൽ മിററാണ്. 2 ടൈപ്പ് ഉണ്ട്, കോൺകേവ്, കോൺവെക്സ്. അതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിച്ചു. അതിൻ്റെ പാർട്സുകളൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ലോ ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചു, സൈൻ കൺവെൻഷൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.